ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ആ പോയിന്റ് ഗ്യാപ്പ് 2 points ഗ്യാപ്പ് 2 അല്ല, ഓൺ പേപ്പർ 5 ആണ്. മാൻ സിറ്റിക്ക് 1 ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. വാട്ടെവർ, അത് നമ്മൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ടഫ് ഫിക്സ്ചേഴ്സ് ഗ്യാപ്പിനിടയിൽ കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ടോട്ടൻഹാമിനെ തോപ്പിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ചെൽസിനെ തോപ്പിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്ന ബ്രൈറ്റൺ അവേ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഗെയിം. സോ ഈ എവേ ഗെയിം നമ്മൾ എങ്ങനെ കളിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടതാണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ബട്ട് ലെറ്റ്സ് ഫോക്കസ് ഓൺ ടുഡേയ്സ് ഗെയിം. ഇന്നത്തെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ചെൽസി ഫസ്റ്റ് ഹാഫ് ഭയങ്കര പൂവറായിരുന്നു. നമുക്ക് മിനിമം ഒരു 2-3 ഗോള് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. ഫസ്റ്റ് ഗോള് വന്നത് കോർണർ കിക്കിൽ നിന്നാണ്. ഗ്യാബ്രിയലിൻ്റെ ഒരു ഹെഡർ, ആ ഹെഡർ നേരെ സലീബയിലേക്ക് വരുന്നു. സലീബ അത് കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പക്ഷേ നമ്മുടെ ആ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഒരു സ്വിച്ചിങ് ഓഫ്, അത് കാണാൻ പറ്റിയില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ബട്ട് ദ പ്രോബ്ലം വാസ് നമുക്ക് ആ ഒരു ഫിനിഷിങ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ക്ലിനിക്കാലിറ്റി ഇല്ലാത്തത് ഒരു വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഗെയിം ഫിനിഷ് ചെയ്തിട്ട് കംഫർട്ടബിളി സെക്കൻഡ് ഹാഫിലേക്ക് പോകേണ്ട ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയില്ല, വിച്ച് ഈസ് റിയലി സാഡ്. ഇതിലാണ് നമുക്കിനി ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി, ഫിനിഷിങ് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന സാധനം. അൺഫോർച്ചുനേറ്റ്ലി ചെൽസിക്ക് 45th മിനിറ്റിൽ അവർക്കൊരു കോർണർ കിക്ക് കിട്ടുന്നു. അവരത് കൺവേർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ 1-1 എന്ന രീതിയിൽ തീരുന്നു. റീസ് ജെയിംസിൻ്റെ ഒരു കിഡിലൻ കോർണറായിരുന്നു ആക്ച്വലി. ഇറ്റ്സ് ആൻ ഓൺ ഗോൾ, ഹിൻകപ്പിയുടെ ഹെഡറാണ്. സോ 1-1 എന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ആവുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചെൽസി ഒന്ന് ഉണർന്ന് കളിച്ചു. കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർ കളിക്കാൻ തുടങ്ങി, കുറച്ചുകൂടെ പ്രസ് ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്ക് കുറേ യെല്ലോ കാർഡ്സൊക്കെ വരുന്നു. നെറ്റോയ്ക്ക് ഒരു യെല്ലോ കാർഡ്, കൈസൈഡോയ്ക്കല്ല 2-3 യെല്ലോ കാർഡ് വരുന്നുണ്ട്. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഗോൾ എഗെയിൻ ഫ്രം എ കോർണർ, റൈസിൻ്റെ കോർണർ, ടിംബറിൻ്റെ ഹെഡർ. അതിനകത്ത് പുഷിങ് ഇൻവോൾവ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു അലഗേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് VAR ചെക്ക് ചെയ്തു. ഒരു പുഷിങ്ങും സാഞ്ചസിനെ ഒരു രീതിയിലും നമ്മൾ പുഷ് ചെയ്യുകയോ ഒരു രീതിയിൽ എന്താണ് പറയുന്നത് വിഷൻ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ലൈവ് കണ്ട ആളാണ്. സോ എനിക്ക് കാണാൻ പറ്റിയില്ല. സോ നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം. സോ അങ്ങനെ 2-1 എന്ന നിലയിലേക്ക് പോകുന്നു. 2-1 എന്ന നിലയിലേക്ക് പോകുമ്പോഴാണ് അർട്ടേറ്റയുടെ വക നല്ല സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നു. കൈ ഹാവർട്സിനെ കൊണ്ടുവരുന്നു, മാർട്ടിനെല്ലിനെ കൊണ്ടുവരുന്നു, റൈസിനെ മാറ്റുന്നു, നോർഗാർഡിനെ കൊണ്ടുവരുന്നു. സോ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നു ആൻഡ് പെർഫെക്റ്റ് ടൈമിങ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർട്ടിനെല്ലിയിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തെ കാര്യം പറയുമ്പോഴാണെങ്കിൽ ചെൽസിയുടെ കോർണറിൽ നിന്ന് നമുക്ക് 2 പ്രാവശ്യം നല്ല കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. ആ 2 പ്രോഗ്രഷൻ ഗെയിമും റെഫറി സ്റ്റോപ്പ് ചെയ്തു, ഫൗളെന്ന് പറഞ്ഞ്. അത് അത്ര നല്ല ഡിസിഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, എസ്പെഷ്യലി ആ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി. ഫൗളെന്ന് പറഞ്ഞ് വിളിച്ച് സെക്കൻഡിന് യെല്ലോയും കൊടുത്തു, കാര്യം ശരിയാണ്. പക്ഷേ യു ഷുഡ് ഹാവ് പ്ലേഡ് ദ അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് റെഫറിയുടെ കയ്യിലുള്ള ഒരു അതോറിറ്റിയാണ്. ഹി ക്യാൻ പ്ലേ അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞിട്ട് ആ ഗെയിം പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ എവിടെ ഫിനിഷ് ചെയ്യുന്നു അവിടെ ഹി ക്യാൻ ടേക്ക് ഹിസ് ഡിസിഷൻ. യെല്ലോ കാർഡെങ്കിൽ യെല്ലോ കാർഡ്, whatever, ഹി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി മാർട്ടിനെല്ലിക്ക് കിട്ടുന്നു. മാർട്ടിനെല്ലി നെറ്റോ തമ്മിൽ 1-on-1 എന്ന സിറ്റുവേഷൻ വരുന്നു. ആ 1-on-1 സിറ്റുവേഷനിൽ ഒരു അഗ്രസീവ് ടാക്കിൾ. ആ ടാക്കിളിൽ സെക്കൻഡ് യെല്ലോ, റെഡ് കാർഡ്. ചെൽസി ആർ ഡൗൺ ടു 10 men. അവിടം തൊട്ട് സംഭവം കയറി ടെൻഷൻ ആവാൻ തുടങ്ങി. കാര്യം അവർ ഡൗൺ ടു 10 men ആണെങ്കിലും അവർ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്കാണെങ്കിൽ ഒരു ഗോളും കൂടെ അടിച്ചങ്ങ് സേഫ് ആവാം എന്നുള്ള രീതിയിൽ നമ്മളും കളിക്കാൻ തുടങ്ങി. സോ അവിടെ കാര്യങ്ങൾ ടെൻസ്ഡ് ആവാൻ തുടങ്ങി. നമ്മൾ ഓപ്പണപ്പായിട്ട് കളിക്കുന്നു, നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർ കൗണ്ടർ അറ്റാക്കിംഗ് ആയിട്ട് വന്ന് നമുക്കെതിരെ അടിക്കാൻ നോക്കുന്നു. അതിനിടയിലാണ് റായയുടെ കിടിലൻ സേവ്, എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു സേവ് ഉണ്ടായിരുന്നു.
ലാസ്റ്റ് ഒരു ഡിസലൗഡ് ഗോളിലും റായയുടെ ഒരു കിടിലം ഡബിൾ സേവ് ഉണ്ടായിരുന്നു. സോ റായ വാസ് എക്സലൻറ്റ്. ഇന്നത്തെ ഗെയിമിൽ റായ വാസ് എക്സലൻറ്റ്. മോശം പറയുവാണെങ്കിൽ സുബമെൻഡിനെ ഇന്നത്തെ കളിയിലും ഡിഫെൻസീവ്ലി പുള്ളി ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത്. പുള്ളിയുടെ ചില പാസസൊക്കെ ഭയങ്കര ലൈക്ക് അമച്വർ മിസ്റ്റേക്കാണ്. അതൊന്നും ഒരിക്കലും ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഒരിക്കലും എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് ഇറ്റ്സ് റിയലി സർപ്രൈസിങ് ഫോർ മീ. എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എങ്ങനെ ഇത്രയും ഹൈ ക്വാളിറ്റി പ്ലെയർ ഇങ്ങനെ മിസ്റ്റേക്ക് തുടർച്ചയായിട്ട് വരുത്തുന്നു. എനിക്ക് ഇതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, സുബമെൻഡി ഇത്രയും ഗെയിംസ് യൂസ്ഡ് അല്ല സ്പാനിഷ് ലീഗിൽ. സോ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും ഗെയിംസ് ഓൾറെഡി പുള്ളി കഴിഞ്ഞ സീസൺ കളിച്ചതാണ്. ഇത്രയും ഗെയിംസ് ഓൾറെഡി കളിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു ഫെറ്റീക്നെസ് ആണോ എന്നും നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം നമുക്ക് ഓപ്ഷനും ഉണ്ട്. നോർഗാർഡ് ക്യാമിയോ വന്നിട്ട് നല്ല രീതിയിലാണ് കളിച്ചത്, വളരെ സ്റ്റേബിളായിട്ടാണ് കളിച്ചത്. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ് നമ്മൾ അർട്ടറ്റ ഷുഡ് ടേക്ക് നോട്ടീസ്. അതുപോലെ തന്നെ ട്രൊസാർഡിൻ്റെ ഓവർ കുക്കിംഗ്. ട്രൊസാർഡ് ഷുഡ് ഈ സ്റ്റാർട്ട് അനദർ ഗെയിം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആർസണൽ ഫാൻസ് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, കംപ്ലൈൻ്റ് ഉണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് അടുത്ത ഗെയിം തൊട്ട് ട്രൊസാർഡിനെ ബെഞ്ച് ചെയ്തിട്ട് മാർട്ടിനെല്ലിനെയോ അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് നോനി ഓൾസോ. നോനിനെ സ്റ്റാർട്ട് ചെയ്തൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ട്രൊസാർഡിൻ്റെ ഓവർ കുക്കിങ്ങും ട്രൊസാർഡിൻ്റെ മിസ്പാസും ഇന്നത്തെ ഗെയിമിൽ ഒരു പോരായ്മയായിരുന്നു. അതല്ലാതെ ഓവറോൾ സാധനം ലാസ്റ്റ് മിനിറ്റിൽ ഭയങ്കര ടെൻഷൻ ആയെങ്കിലും ഐ തിങ്ക് എൻ്റെ ഒപ്പീനിയൻ ഐ തിങ്ക് വി പ്ലേഡ് വെൽ. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് വി പ്ലേഡ് വെൽ. നല്ലൊരു പ്രൊഫഷണൽ ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ നമ്മൾ കളിച്ചു. ലാസ്റ്റ് മിനിറ്റ് ലക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓഫ് സൈഡ് ലൈൻ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ആ ഒരു സാധനമാണ്. സോ ഞാൻ ഇന്നത്തെ കളി ലക്ക് കൊണ്ട് ജയിച്ചൊന്നും എനിക്ക് പറയാൻ ആഗ്രഹമില്ല. ഐ തിങ്ക് വി പ്ലേഡ് വെൽ, വി ഡിസേർവ് ദ വിൻ. നമ്മൾ ജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നൗ ഓൺ ടു ദ നെക്സ്റ്റ് മാച്ചസ്. ബ്രൈറ്റൺ അവേ, ഒരുപാട് ടഫ് ഗെയിംസ് നമുക്ക് വരുന്നുണ്ട്. സോ ബ്രൈറ്റൺ അവേ ഇനിയുള്ള 9 കളികൾ 9 ഫൈനൽസാണ്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ. അതിനിടയിലാണ് ഇതിനിടയ്ക്ക് FA കപ്പ് ഉണ്ട്, ഇതിനിടയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, ഇതിനിടയ്ക്കാണ് നമ്മുടെ കാരബോ കപ്പിൻ്റെ ഫൈനലും മാർച്ച് 22 ഈ മാസമാണ്. സോ ലെറ്റ് സി. എനിക്ക് ഇത്രയേ ഉള്ളൂ. കാരബോ കപ്പിൻ്റെ ഫൈനൽ വരേക്ക് നമ്മൾ ഈ പോയിന്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത് ഞാൻ തുടക്കം തൊട്ട് പറയുന്നു. അന്ന് ഞാൻ തുടക്കം പറഞ്ഞപ്പം നമുക്ക് ആക്ച്വലി 5 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ വെറും 2 പോയിൻറ്റ് ഗ്യാപ്പിലേക്ക്. റിയാലിറ്റി ഓൺ പേപ്പറല്ല, റിയാലിറ്റിയിൽ ഇപ്പോൾ 2 പോയിൻറ്റ് ഗ്യാപ്പേ ഉള്ളൂ. ആൻഡ് മാൻ സിറ്റി ഓൺ ദ അതർ ഹാൻഡ് അവർ ഇങ്ങനെ വിൻ ആഫ്റ്റർ വിൻ അഗെയിൻസ്റ്റ് ലീഡ്സ് അവർ ജയിക്കുന്നു. സോ ദേ ആർ ഓൾസോ ചേർണിങ് ഔട്ട് വിൻ ആഫ്റ്റർ വിൻ. സോ ഈ ലീഗിൽ നമുക്ക് ലീഗ് അടിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഇനി ചെയ്യാൻ, ബാക്കിയുള്ള കളികളെല്ലാം ജയിക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. ലീഗ് ജയിക്കണമെങ്കിൽ ദിസ് ഇസ് ദ മെൻറ്റാലിറ്റി യു ഷുഡ് ഹാവ് എന്നാണ് പറയാനുള്ളത്. നല്ലൊരു വാച്ച് ലോങ് ആയിരുന്നു, കൺസിഡറിങ് ഓൾ ദ തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. നല്ലൊരു വാച്ച് ലോങ് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ് ഇൻ. ടേക്ക് കെയർ.